ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സപ്നോംക്ക് ഹോം ഡെലിവറിയുടെ ഒരു കുറച്ച് പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പുതിയത് എന്ന് പറയണത് ബാക്കി കണ്ടിന്യൂഷനാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ കുട്ടിയുടെ വെച്ചാൽ നമ്മുടെ രുചിയുടെ മകൻ്റെ ടിഫിൻ ബോക്സിൽ നിന്ന് സിഗരറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛൻ, അയാളാണെങ്കിൽ പ്രഭാകർ എന്നാണ് പേര്, അയാളാണെങ്കിൽ കുട്ടീനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം രുചിയെ സംബന്ധിച്ച് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒരു അമ്മ എന്നൊരു സ്ഥാനമുണ്ട്. കുട്ടികളെ അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുക, തെറ്റാണെന്ന്. ആ ഒരു വില പോലും ഒരമ്മ എന്ന നിലയിൽ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. 39ാമത്തെ പേജിലെ സെക്കൻഡ് പാരഗ്രാഫാണ്. उस पूरी शाम गगन अपने पापा के पास ही बैठ रहा. रुचि घर का काम करते गल बलाती रही. ആ ഒരു ദിവസം ഫുള്ള് കുട്ടി അച്ഛൻ്റെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. രുചിയാണെങ്കിലോ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ആകെ വയ്യാതെ ക്ഷീണമായിട്ട് നടക്കുമായിരുന്നു. സമസ്യക്ക് കൊയ് സമാധാൻ നഹി നിക്കല. അപ്പോൾ ഇവരുടെ ഇടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായല്ലോ, അത് പരിഹരിക്കാൻ ആർക്കും തന്നെ പറ്റിയില്ല എന്ന്. യഹ് ബി പതാ നഹി ചലാക്കി ടിഫിൻ ബോക്സ് മേ സിഗരറ്റ് കെ ടോട്ടെ കഹാം സെ ആയി. അപ്പോൾ ഇവർക്ക് ഇതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എവിടെ നിന്നാണ് സിഗരറ്റിൻ്റെ ആ കുറ്റി ഈ ടിഫിൻ ബോക്സിൽ കിട്ടിയത്, എങ്ങനെയാണ് അതിൽ വന്നതെന്ന്. ഖുദ് ഗഗനെ സിഗരറ്റ് പിയ ഉസ്കെ ദോസ്തോനെ. അപ്പോൾ ഇവർക്ക് ഡൗട്ടായി, മോൻ സ്വയം സിഗരറ്റ് വലിച്ചതാണോ അതോ പിള്ളേരാരെങ്കിലും ചെയ്ത പണിയാണോ എന്ന്. रात भर विचार करने के बाद रुचि ने तय कर लिया कि अब यहाँ नहीं रहेंगी. അപ്പോൾ രാത്രി ഫുള്ള് കിടന്ന് ആലോചിച്ച് രുചി ഒരു തീരുമാനം എടുത്തു, ഇനി ഇവിടെ നിൽക്കണതിൽ ഒരർത്ഥമില്ല, ഇവിടെ വിടുകയാണ് നല്ലതെന്ന്. अपनी आंखों के सामने बच्चे को बिगड़ते हुए देखना उसे कबूल नहीं था. സ്വന്തം കൺമുന്നിൽ കുട്ടീനെ ഇങ്ങനെ മോശമായ രീതിയിൽ വളരുന്നത് കാണാൻ അവർക്ക് അതിനുള്ള ഒരു ചങ്കൂറ്റുണ്ടായിരുന്നില്ല, അവർക്കത് പറ്റിയിരുന്നില്ല. ഉസ്കാ ഗുസ്സ അബ് പ്രഭാകർ കി തരഫ് മുട്ട് ഗയ. അപ്പോൾ ദേഷ്യം മുഴുവൻ സ്വന്തം ഭർത്താവിൻ്റെ അടുത്തായിരുന്നു. പ്രഭാകർ എന്നാണ് പേര്. വഹ ഹമേഷ ഗലത് ബാത്തോ മേ ദഖൽ ദേക്കർ ഗലത്തി കർനെ വാലെ കോ നിർഭയ് ബനാത്തെ ഹെ. അയാളെ സംബന്ധിച്ച് തെറ്റാര് ചെയ്താലും അവരെ ന്യായീകരിക്കാൻ, എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവരെ മോശപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു അയാൾക്ക്. അപ്പോൾ അത് രുചിക്ക് തീരെ ഇഷ്ടമല്ല. घर में अनुशासन का जो भी उपाय रुचि सोचती, प्रभाकर उसका ठीक उलट फरमान जारी कर देता. നമ്മുടെ രുചി വീട്ടിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, കുറേ ഒരമ്മ എന്നുള്ള രീതിയിൽ മകനെ എങ്ങനെ വളർത്തണം, എങ്ങനെ ശാസിക്കണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഓരോ കൃത്യനിഷ്ഠമായിട്ട് വെച്ചാൽ ഓരോ കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുമ്പോൾ ഈ ഭർത്താവ് അതിൻ്റെ ഇടയിൽ ഇടപെടും, എന്നിട്ട് അത് വീണ്ടും വഷളാക്കും. അതാണ് അയാളുടെ സ്വഭാവം. ഇനി അടുത്ത പാരഗ്രാഫാണ്. വഹ് കാഫി ദേർ അപ്നെ ആപ് സെ ഉൽജത്തി രഹി കി വഹ് അക്കേലി ജായെ യാ ബച്ചയ്ക്ക് സാത്ത് ലേ ജായെ. കുറച്ച് നേരം അവർ ഒരു മനസ്സിൽ വലിയൊരു സംഘർഷമായിരുന്നു, ഒറ്റയ്ക്ക് പോകണോ അതോ മോനെ കൊണ്ട് പോകണമെന്ന്. ഗഗൻ കോ യഹാം സെ जोगेश्वरी ले जाने का मतलब था उसे नए सिरे से किसी और स्कूल में डालना. അപ്പോൾ മോനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ സ്കൂളിലാക്കണം. സത്രയ്ക്ക് മധ്യമേ യഹ് കാം അസംഭവ് നെഹി പർ മുഷ്കിൽ ജറൂർ ദാ. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ഫിർ ഗഗൻ അപ്നെ പിതാസെ ബഹുത് ജുഡാ ഹുവാദ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനായിട്ട് അത്രയും ക്ലോസ് ആണ് മകൻ. അപ്പോൾ അവൻ ഇതിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലാന്ന്. വഹ അപ്നി ഹർ ജറൂരത്ത് ഓർ തക്ലീഫ് പ്രഭാകർ കോ ഹി ബത്താത്ത. മോനെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളും അവൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും അച്ഛനോടാണ് ഷെയർ ചെയ്തിരുന്നത്. പ്രഭാകർ ബി ചാഹെ ജൈസെ ബി ഹോ ഉസ്കെ ഫർമായിഷോം പൂരി കർത്ത. അയാളെങ്ങനെയാണോ വെച്ചാൽ രുചിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പൊട്ട ഭർത്താവാണ്, പക്ഷേ മകനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഫാദർ എന്നുള്ള രീതിയാണ് കുട്ടിക്ക്. കാരണം എത്ര മോശമായിക്കോട്ടെ അവൻ എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നോ, എന്തവന് വേണോ അത് ഇയാൾ നടത്തി കൊടുക്കും.
रुचि का अंदाज़ा था कि बिना बच्चे के പ്രഭാകർ ജിന്ദ नहीं कर पाएगा. കുട്ടിയില്ലാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് രുചിക്ക് നല്ല ബോധ്യമുണ്ടെന്ന്. उसमें जो भी ഇൻസാനിയത് ദി വഹ് കേവൽ ബച്ചയ്ക്ക് കാരണം ദിക്കായി ദേത്ത. അപ്പോൾ പറയണത് ഇയാളുടെ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് കുട്ടി അടുത്തുള്ളപ്പോഴാണ്. കുട്ടിയുടെ കാര്യം വരുമ്പോഴാണ് ഇയാളൊരു മനുഷ്യനാണ്, ഇയാൾക്ക് മനുഷ്യത്വം ഉണ്ടെന്നൊക്കെ തോന്നുന്നതെന്ന്. फिर माँ के घर जोगेश्वरी से दादर के स्कूल गगन को रोज़ सुबह 8 बजे पहुँचना और 3:30 बजे वापस लेना बेहद मुश्किल था. അപ്പോൾ ഒരു അമ്മ വീടാണ് ജോഗേശ്വരി, ആ ഒരു പ്ലേസാണ്. അപ്പം വെച്ചാൽ കുട്ടീനെ അങ്ങോട്ട് അമ്മ വീട്ടിലേക്ക് വെച്ചാൽ രുചിയുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടീനെ കാലത്ത് 8 മണിക്ക് സ്കൂളിൽ എത്തിക്കണം, തിരിച്ച് 3:30 കൊണ്ടുവരണം. അതൊക്കെ ഇവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. सुबह उठकर उसने गगन के लिए टिफ़िन तैयार किया. उसका टिफ़िन बॉक्स तैयार करते हुए रुचि का मन यह सोचकर भर आया कि आज के बाद यह काम वह नहीं कर पाएंगे. അപ്പോൾ കാലത്ത് എണീറ്റ് ഉടനെ കുട്ടിക്ക് വേണ്ടി ടിഫിനൊക്കെ സെറ്റാക്കി. അപ്പം ഭയങ്കര വിഷമമായിരുന്നു, കാരണം ഇനി തൊട്ട് ഞാനിത് ചെയ്യില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമമായിരുന്നു എന്ന്. ഉസ്നെ ഗീസർ കാ സ്വിച്ച് दबाया. गगन का स्कूल യൂണിഫോം അൽമാരി സെ നിക്കാല ഓർ ആവാസ് ലഗായി. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, യൂണിഫോമൊക്കെ ശരിയാക്കി അലമാരിയിൽ നിന്ന് എടുത്തു. ഉഡ് ഗഗൻ ദേർ ഹോ രഹി ഹെ, എന്നിട്ട് കുട്ടീനെ വിളിച്ചു, എനിക്ക് നേരം വൈകിയെന്ന്. ഗഗൻ കർവട്ട് ലേക്കർ സോത്താ രഹ. കുട്ടി എന്ത് ചെയ്തു, തിരിഞ്ഞ് തന്നെ ആ പുതച്ച് വീണ്ടും വിളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ പിള്ളേർ, തിരിഞ്ഞ് കിടന്ന് തുടങ്ങി. രുചിനെ 5-10 മിനിറ്റ് बाद फिर पुकारा. ഗഗൻ ജൽദി കർ തെരി ബസ് ചൂട്ട് ജായെങ്കി. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, മോനെ എണീക്ക് വേഗം, അല്ലെങ്കിൽ നിൻ്റെ ബസ് ഇന്ന് മിസ്സാവുമെന്ന്. കിസി തരഹ് ഗഗൻ ഉടാ, हाथ मुँह धोकर तैयार हुआ. उसके घुंघराले बाल माथे और आंखों तक पर झूल रहे थे. എങ്ങനെയൊക്കെ എണീറ്റു, എല്ലാം ഒന്ന് ഫ്രഷായി. അവൻ്റെ എപ്പോഴും പറയുന്നതാണ് അവൻ്റെ ഗൂങ്ക്രാലെ ബാൽ എന്ന് പറയുന്നത്. വെച്ചാൽ ഇങ്ങനെ ചുരുണ്ട മുടിയാണ്, അവൻ്റെ എന്താ നെറ്റിയിലും കണ്ണിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന്. ലാമേ ബാൽ തോ സീതേ കർ ദൂ തേരേം രുചീനെ പ്യാസെ കഹ. എന്നിട്ട് അതിനെ വെച്ചാൽ കുട്ടീനെ അടുത്ത് ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ മുടിയൊക്കെ സെറ്റാക്കി തരാടാന്ന്. ഗഗനെ മാക്ക ഹാത്ത് ജടക് ദിയ രഹനേതോ. എന്നിട്ട് കുട്ടി പറയാണ്, വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അമ്മയുടെ കൈ തട്ടിയിട്ട് പറഞ്ഞു, രഹനേതോ, വേണ്ട ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ. രുചി ഏക് പൽ ഉസേ ദേഖ്തി രഹ് ഗയി. കൽ ഷാം കി നാരാസി അബുബി ഉസ്കി ആംഖോമേ ദി. അപ്പം ഇങ്ങനെ നോക്കി നിന്നു. ഇന്നലെ നടന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു പിണക്കവും സങ്കടമൊക്കെ അവൻ്റെ കണ്ണിൽ ഇന്നും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കുട്ടി അത് മറന്നിട്ടില്ല എന്ന്. എസെ ലഗ ജേസെ മാക്കി മൗജൂദ്ഗി ബി ഉസെ ബർദാഷ് നെഹി ഹെ. അപ്പോൾ ഇങ്ങനെ തോന്നുകയാണ്, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തത് ഇവനെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായോ, ഇവനത് എന്താ പറയുക, അതൊരു നല്ല കാര്യമാണെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ഇതായിട്ടില്ല. ചെറിയ കുട്ടിയാണ്, പക്ഷെ അതൊന്നും എന്താ പറയുക, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെറ്റാണെന്ന്. दोनों बाहें पीछे ले जाकर उसने अपना स्कूल बैग पीठ पर लादा और बाहर का दरवाज़ा खोलने लगा. അപ്പോൾ എന്താ, രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും. അതുപോലെ സ്കൂൾ ബാഗ് പുറത്ത് ചുമലിലിട്ടിട്ട് ദർവാസെ ഘോൽനെ ലഗ, വാതിൽ തുറന്നു. രുചി ഉസെ ആജ് ഗലെ ലഗാനെ ചാഹത്തി थी. അവനൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ചു. स्कूल जाते हुए गगन कितना प्यारा लगता था, लेकिन गगन अभी तक रूठा हुआ था. ഇപ്പോൾ സ്കൂളൊക്കെ ആദ്യം ചെറുപ്പത്തിൽ ഇവൻ എത്ര നല്ല കുട്ടിയായിരുന്നു, ഇപ്പോൾ നോക്കുക അവൻ ആകെ മാറിയിരിക്കുന്നു എന്ന്. രുചി റോസ് की तरह उसे छोड़ने चली तो उसने कहा मैं कुछ चला जाऊँगा आप जाइए. അപ്പോൾ ഇന്നും മോനെങ്ങനെ സ്കൂൾ ബസ് വരുമ്പോൾ അതുവരെ ആക്കി കൊടുക്കില്ല അമ്മമാർ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്നും. പക്ഷേ അവൻ ഇന്ന് പറഞ്ഞു, വേണ്ട വരേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. രുചിസെ अब रहा नहीं गया. उसने गींज कर कहा, गुस्से मुझे होना चाहिए तो तू हो रहा है. അപ്പോൾ അവർക്ക് എന്താ, ഒന്നും
ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല, ഞാനാണ് ദേഷ്യപ്പെടേണ്ടത് നിൻ്റെ അടുത്ത്, പക്ഷെ നീയാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. मैंने कोई गलत नहीं की है, आप जब देखो बिगड़ी रहती है मेरे पर. അപ്പോൾ അവൻ പറയണതാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ എന്നും എന്നെ കുറ്റപ്പെടുത്താനും എൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന്. അച്ഛാ ബാബ സോറി, രുചീനെ മാമല ടണ്ടാ കിയ. അപ്പോൾ പറയണമെന്നോ സോറി, മമ്മ സോറി പറയാണ്. എന്നിട്ട് ആ ഒരു സീൻ അവർ എന്താ പറയുക, അത് മോശമാവണ്ടെന്ന് വിചാരിച്ചിട്ട് സോറി പറയാണ് കുട്ടിയുടെ അടുത്ത്. വഹ നെഹി ചാഹത്തി ദി ഗഗൻ ഗുസ്സേ ഹോക്കർ സ്കൂൾ ജായ. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്, ദേഷ്യപ്പെട്ട് സ്കൂളിൽ പോകണ്ട, ആകെ തന്നെ മൊത്തത്തിൽ എന്താ പറയുക നെഗറ്റീവ് അടിച്ച് പോകണ്ട, ഇനി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ടതല്ലേ, അപ്പോൾ അത് ഫുൾ ആ മൈൻഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് സോറി പറഞ്ഞു. ഗഗനെ चेहरे का तनाव कम हुआ लेकिन आंखें फिर भी उदास रही. അപ്പോൾ എന്താ, മുഖമൊക്കെ ഇതായി ഉഷാറായി, പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ ഒരു വിഷമം കാണായിരുന്നു. अब तक वे दोनों बस स्टॉप तक पहुँचे, स्कूൾ ബസ് जा चुकी थी. രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴത്തേനും സ്കൂൾ ബസ് പോയിട്ടുണ്ടായിരുന്നു. രുചിനെ ज़रा देर नहीं लगाई, उसने ऑटो रिक्शा रोका और गगन को स्कूल छोड़ने खुद उसके साथ गई. അപ്പോൾ എന്താ ചെയ്ത് വെച്ചാൽ സ്കൂൾ ബസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ, ഒരു കറക്റ്റ് ടൈമിലാണ് ഇറങ്ങിയത്, പക്ഷെ എന്താവുക അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷയിൽ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ ഇവരും പോയി. मन ही मन उसका घर छोड़ने का इरादा ഡഗ്മഗ രഹാദ. അപ്പോൾ മനസ്സിൽ ഫുള്ള് വീട് വിട്ട് പോകേണ്ട ആ ഒരു വീർപ്പുമുട്ടലായിരുന്നു ഫുള്ള് മനസ്സിൽ. വഹ അപ്നെ മൻ കോ സംജാ രഹി തി ഗഗൻ അബ് ബഹുത് നാദാൻ ഹേ ഉസേ മേരി ജറൂറത്ത് ഹേ. പക്ഷെ ഇവരെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്, അവൻ എന്താ ഒന്നും ആരുമില്ല, ഒറ്റയ്ക്കാണ് അവൻ ഈ ഒരു സമയത്ത് നിന്നെ വളരെ അത്യാവശ്യമാണ്. ഉദ്ദേശിക്കുന്നത് അവൾ സ്വയം പറയേണ്ടതാണ്, എന്നെ ഈ ഒരു സമയത്ത് അവന് ഒരുപാട് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ടൈമിൽ വേണമെന്ന്. പ്രഭാകർ तो शुरू से ऐसे ही पर गगन को सही परवरिश देने की जिम्मेदारी तो मेरी ही है. അപ്പോൾ അവരെ അച്ഛനാണെങ്കിൽ പ്രഭാകർ അങ്ങനെയാണ്, ജന്മന എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ്, പക്ഷേ എൻ്റെ മകൻ അങ്ങനെയല്ല, അവന് നല്ലൊരു ജീവിതം, നല്ലൊരു വ്യക്തിത്വം, നല്ലൊരു എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റി കൊടുക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യണം എന്നുള്ള മനസ്സിങ്ങനെ മന്ത്രിച്ചു തുടങ്ങിയെന്ന്. ज़रा दूर सब्जी और फलों की दुकान दी, रुचि ने ताज़ी सब्जियां और फल खरीदे. അപ്പോൾ ദൂരെയാണെങ്കിൽ എന്താ പറയുക പച്ചക്കറി കട വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ള ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഇവർ വാങ്ങി. ജബ് വഹ് ഓട്ടോ ലേക്കർ ഘർ പഹുഞ്ചി ദർവാസ് പർ ഉസേ സരിതാബായി ഘടി ദിക്കി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുട്ടീനെ അവിടെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് വാതിലിൻ്റെ അവിടെയായിട്ട് സരിതാബായിനെ കണ്ടു. വഹ് ഖുഷ് ഹുയി കി വഹ് സമയ പർ ലൗട്ട് ആയി. അപ്പോൾ എന്താ ഭയങ്കര സന്തോഷമായിരുന്നു, നേരത്തെ തന്നെ എത്തിയെന്ന്. പ്രഭാകർ കാ ഭരോസ നഹി കി വഹ് घंटी बजने पर दरवाजे खोले या नहीं. सरिताबाई के लौट जाने का मतलब होता रुचि का सारा काम खुद करना पड़ता. पास पहुंचकर उसने देखा सरिताबाई का चेहरा गुस्से से लाल हो रहा. അപ്പോൾ എന്താ, ഇവരിങ്ങനെ സരിതാബായി എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിലെ സെർവൻ്റാണ്. അപ്പോൾ നേരത്തിന് വന്ന കാരണം ഇവരോട് പണിയൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, പിന്നെ അവർ വന്നു കഴിഞ്ഞ് വേറെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന്. പക്ഷെ അടുത്തെത്തിയപ്പോൾ സരിതാബായിയുടെ മുഖം ആകെ ദേഷ്യവും വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.